ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ജ്യോത്സ്യൻ വിജയൻകുട്ടു. വ്യാഴത്തിൻ്റെ രാശിമാറ്റത്തെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. വ്യാഴം മേടൻ രാശിയിൽ നിന്നും ഇടവൻ രാശിയിലേക്ക് മാറുന്ന രാശിമാറ്റം 1199 മേടമാസം 18-ാം തീയതി, അതായത് 2024 മെയ് മാസം 1-ാം തീയതി ബുധനാഴ്ച 17 നാഴികയും 10 വിനാഴികയും മാതൃഭൂമി പഞ്ചാംഗ പ്രകാരം 17 നാഴികയും 10 വിനാഴികയും ശരിയായ കണക്ക് പ്രകാരം പറയുകയാണെങ്കിൽ ബുധനാഴ്ച പകല് 5 മണി 2 മിനിറ്റാണ് തിരുവോണ നക്ഷത്രത്തിൽ വരുന്നത്. തിരുവോണ നക്ഷത്രത്തിൽ തൃതീയ കൃഷ്ണപക്ഷ പറഞ്ഞ വെളുത്ത വാവ് കഴിഞ്ഞതിന് ശേഷം 3-ാമത്തെ ദിവസമായിട്ടുള്ള തൃതീയ പാദത്തിൽ കൃഷ്ണപക്ഷ അഷ്ടമിയിൽ പുലികരണവും ശുഭനാമ നിത്യയോഗവും കൂടിയ മകരക്കൂറിൽ, തിരുവോണ നക്ഷത്രം മകരക്കൂറാണ്. മകരക്കൂറിൽ കന്നി ലഗ്ന സമുച്ചയത്തിൽ, കന്നി ലഗ്നം പറഞ്ഞു പറയുമ്പോൾ ആ സമയത്ത് ഉദിച്ചു വരുന്ന ലഗ്നം കന്നി ലഗ്നമാണ്. ആ കന്നി ലഗ്നത്തിലാണ് വ്യാഴത്തിൻ്റെ രാശിമാറ്റം മേടത്തിൽ നിന്നും ഇടവത്തിലേക്ക് പകരുന്നതാണ് മാറുന്നത്. ഇടവരാശി പ്രകാരം വ്യാഴം ഭാഗ്യസ്ഥാനമായ 9 നിൽക്കുന്നു. അതായത് കന്നി ലഗ്നത്തിൽ പ്രകാരം, കന്നി രാശിയുടെ പ്രകാരം, കന്നി ലഗ്നത്തിൻ്റെ പ്രകാരം 9-ാം ഭാവത്തിൽ അവിടെ ഗ്രഹസ്ഥിതി ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞു പറഞ്ഞാൽ കന്നി ലഗ്നത്തിൽ തന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കേതു, 5-ൽ ചന്ദ്രൻ, 6-ൽ ശനി, 7-ൽ ചൊവ്വ, ബുധൻ, രാഹു, 8-ൽ സൂര്യൻ, ശുക്രൻ, 9-ൽ വ്യാഴൻ. 9-ാം ഭാവത്തിൽ, ലഗ്നത്തിൻ്റെ 9-ാം ഭാവത്തിൽ വ്യാഴം വരുന്നത് വളരെ ശുഭകരമാണ് എന്നാണ് പറയുക. അപ്പോൾ വ്യാഴത്തിൻ്റെ രാശിമാറ്റം ഒരു ഗുണകരമായിട്ടുള്ളൊരു മാറ്റം തന്നെയാണ്, വളരെ ശ്രേഷ്ഠമാണ് എന്നുള്ളത് പറയുന്നത്. ആ വ്യാഴൻ 9-ാം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞു പറഞ്ഞാൽ എല്ലാ ദോഷത്തിനും പരിഹാരമായി വ്യാഴം, അതായത് ഒരു ലഗ്നത്തിൻ്റെ ആയാലും ഏത് രാശിൻ്റെ ആയാലും ലഗ്നത്തിൻ്റെ 9-ാം ഭാവത്തിൽ, രാശിയുടെ 9-ാം ഭാവത്തിൽ വ്യാഴം നിന്നാൽ എല്ലാറ്റിനും പരിഹാരമായി എന്നുള്ളതാണ് പറയുന്നത്. ശുഭഗ്രഹം നിന്ന് കഴിഞ്ഞാൽ ലഗ്നാധിപൻ, കന്നി ലഗ്നത്തിൻ്റെ ലഗ്നാധിപനായിട്ടുള്ള ബുധൻ കർമ്മസ്ഥാനമായ മിഥുനൻ രാശി, കർമ്മസ്ഥാനം മിഥുനൻ രാശിയും കൂടി ഏറ്റെടുത്തുകൊണ്ട് 7-ാം ഭാവത്തിൽ മീനൻ രാശി, മത്സ്യരാശി മീനൻ രാശിയിൽ നീചത്തിലാണ് നിൽക്കുന്നത്. അതായത് മീനൻ രാശി ബുധന് നീചരാശിയാണ്, നീചത്തിൽ നിൽക്കുകയാണ്. എന്നിരുന്നാലും നീചഭംഗ രാജയോഗത്തോടു കൂടിയിട്ടാണ് നിൽക്കുന്നത്. ആ നീചഭംഗ രാജയോഗത്തോടുകൂടി നിൽക്കുകയാണെങ്കിലും അവിടെ യോഗം ചേർന്ന് നിൽക്കുന്നത് രാഹുവിനോടൊപ്പവും ചൊവ്വയോടൊപ്പവും. രാഹു സർപ്പമാണ്. ആ സർപ്പത്തിൻ്റെ ഒപ്പവും അഷ്ടമാധിപനും 3-ാം ഭാവം, ലഗ്നത്തിൻ്റെ 3-ാം ഭാവാധിപനും അഷ്ടമാധിപനായിട്ട് ചൊവ്വൻ്റെ കൂടെയാണ് ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം നിൽക്കുന്നത്, ബുധൻ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന കാരണം കൊണ്ട് തന്നെ അഷ്ടമാധിപൻ്റെ കൂടെ ഏത് ഗ്രഹം നിന്നാലും ഏത് ഭാവത്ത് നിന്നാലും ആ ഭാവത്തിന് ദോഷം എന്ന് പറയുന്നത്. അപ്പോൾ ഉദ്ദിഷ്ട കാര്യങ്ങളെല്ലാം ഫലങ്ങളെല്ലാം കുറച്ച് പ്രയാസപ്പെട്ടവരെ നടക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. അഷ്ടമത്തിൽ നിൽക്കുന്ന ആളാണെങ്കിൽ വ്യയാധിപനായിട്ടുള്ള 12-ാം ഭാവാധിപനായിട്ടുള്ള സൂര്യനാണ്. സൂര്യൻ ഗവൺമെൻറ് കാരകനാണ്, രാജകാരകനാണ്, മന്ത്രികാരകനാണ്, രാജ്യം ഭരിക്കുന്ന ആളുടെ കാരകനാണ്. ആ കാരകത്വം വഹിച്ചുകൊണ്ട് നിൽക്കുന്ന സൂര്യൻ 8-ാം ഭാവത്തിൽ നിൽക്കുന്നത് വളരെ ദോഷമാണ്. അതായത് രാജ്യം ഭരിക്കുന്ന ഭരണകർത്താക്കന്മാർക്കും അതുപോലെ ആ മേലാധിത്യം വഹിക്കുന്ന MLA തൊട്ട് പ്രധാനമന്ത്രി വരെക്കുള്ള സാക്ഷ്യം വഹിക്കുന്ന മന്ത്രിമാരായാലും MP-മാരായാലും അവർക്കെല്ലാം വളരെ ബുദ്ധിമുട്ടുകളോട് കൂടിയിട്ടുള്ള ഒരു ഫലങ്ങളായിരിക്കും വരുന്നത് എന്നാണ് പറയുന്നത്. അതിൻ്റെ ഓടൊപ്പം തന്നെ അഷ്ടമത്തിൽ നിൽക്കുന്നത് സൂര്യൻ്റെ ഓടൊപ്പം തന്നെ ശുക്രനും കൂടിയാണ്. ശുക്രനും കൂടി നിൽക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ ശുക്രൻ 2-ാം ഭാവാധിപൻ 9-ാം ഭാവം. ശുക്രൻ സ്ത്രീകാരകനാണ്, വാഹനകാരകനാണ്. അപ്പോൾ സ്ത്രീകൾക്കെല്ലാം വിഷമം പിടിച്ചുള്ള ഒരു സമയമായിരിക്കും ഈ വ്യാഴത്തിൻ്റെ രാശിമാറ്റത്തോടുകൂടി വരുന്നത് എന്നാണ് പറയുന്നത്. സ്ത്രീകൾക്ക് അപമാനം വരിക, സ്ത്രീകൾ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരിക, സ്ത്രീകൾക്ക് കൂടുതൽ പ്രശ്നങ്ങൾ വരിക, അങ്ങനെയുള്ളത്. വാഹന സംബന്ധമായിട്ടുള്ള അപകടങ്ങൾ കൂടുതലായിട്ട് വരിക, വാഹന സംബന്ധമായിട്ടുള്ള അപകടങ്ങൾ കൂടുതലായിട്ട് വരിക, പലയിടങ്ങളിൽ അപകടങ്ങൾ ഉണ്ടാവുക, അങ്ങനെയുള്ള ഇതൊക്കെ വരുന്നുണ്ട്. പക്ഷേ 9-ൽ വ്യാഴം നിൽക്കുന്നത് കാരണം അതിനെല്ലാം ചെറുത്ത് നിൽക്കാനുള്ള ഒരു പവർ അല്ലെങ്കിൽ അതിൻ്റെ ഒരു രക്ഷകനായിട്ട് 9-ൽ വ്യാഴം നിൽക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഓരോ രാശിക്കാർക്കും എങ്ങനെയുണ്ട് ഫലം വരുന്നുണ്ട് നമുക്ക് നോക്കാം. തുലാരാശിക്കാർക്ക്, അതായത് ഇതുവരെ 7-ാം ഇടത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വ്യാഴം 8-ാം ഭാവമായിട്ടുള്ള, അതായത് തുലാലഗ്നത്തിൻ്റെ 8-ാം ഭാവമായിട്ടുള്ള ഇടവൻ രാശിയിലേക്ക് വരികയാണ്. ധനകാരകനാണ്, സന്താനകാരകനാണ്, സ്വർണ്ണാഭരണകാരകനാണ്, വാക്കിൻ്റെ കാരകനാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം മുടക്കം വരുമെന്നാണ് പറയുന്നത്.
അവനവൻ്റെ നാവിൽ നിന്ന് വരുന്ന വാക്കുകളാൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനുള്ള അവസരങ്ങളുണ്ടാവും. പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള വഴികളുണ്ടാവും. നമ്മൾ പറയുന്ന വാക്കന്നെ നമ്മൾക്കത് പ്രശ്നമായി മാറുവാനുള്ള സാധ്യതയുണ്ട്. വക്കീലന്മാരും അഡ്വക്കേറ്റുമാരെല്ലാം വളരെ സൂക്ഷിക്കേണ്ട സമയമാണ്. രാഷ്ട്രീയക്കാരും വളരെ സൂക്ഷിക്കേണ്ട സമയമാണ്. 5-ാം ഭാവത്തിൽ ശനി നടന്നുകൊണ്ടിരുന്ന അനുകൂല ഭാവത്തിലാണ്. പക്ഷേ വ്യാഴൻ അഷ്ടമത്തിൽ വരുവാന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ധനനഷ്ടം വരുവാനുള്ള സാധ്യത, ആഭരണങ്ങൾ നഷ്ടപ്പെടുവാനുള്ള സാധ്യത, കുടുംബ കലഹങ്ങളുണ്ടാവാൻ സാധ്യത, കുടുംബത്തിൽ സമാധാനം നിലനിൽക്കാനുള്ള ബന്ധപ്പാടുകൾ, സന്താനങ്ങളെ കൊണ്ട് സ്വൈര്യക്കേട്, സന്താനങ്ങളുടെ താളം തെറ്റിയുള്ള വഴികളിൽ തലവേദന പിടിക്കുക, അതുപോലെ തന്നെ സ്കൂളിലും കോളേജിലും പഠിക്കുന്ന സന്താനങ്ങളെ പറ്റി അഭിപ്രായ ഭിന്നത ഉണ്ടാവുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഉടലെടുക്കുവാനുള്ള സാധ്യതയുണ്ട്. ധനവിനിയോഗം വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. അത് ഫൈനാൻസ് സംബന്ധമായിട്ട്, അതായത് അക്കൗണ്ട് സെക്ഷൻ കൈകാര്യം ചെയ്യുന്നവർക്ക് കണക്കുകളെല്ലാം തെറ്റാനുള്ള വഴികളുണ്ട്. ഗവൺമെൻറ് സംബന്ധമായിട്ട് മേഖലയിൽ പ്രവർത്തിക്കുന്ന ധനകാര്യ സ്ഥാപനങ്ങളുടെ ഉടമകൾക്കെല്ലാം, ഫൈനാൻസ് സംബന്ധമായിട്ടുള്ള ഉടമകൾക്കെല്ലാം, ബാങ്ക് സംബന്ധമായിട്ടുള്ള ഉടമകളുണ്ടാവും. ഈ ധന ഇടപാട് നടത്തുന്ന എല്ലാ മേഖലകളിൽ പ്രവർത്തിക്കുന്ന സ്വർണ്ണാഭരണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും എല്ലാം ദോഷകാലമാണ് എന്നാണ് പറയുന്നത്. സർവത്ര ദോഷം എന്ന് പറയില്ലേ, എങ്ങനെയാണ് പറയുന്നത്. അതുപോലെ തന്നെ എല്ലാ മേഖലയിലുള്ളവരും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. സിനിമാ മേഖലയായിക്കോട്ടെ, രാഷ്ട്രീയക്കാരൊക്കെ വളരെ സൂക്ഷിക്കണം. കാരണം ഒരു വാക്കുകൾ കൊണ്ടാണ് അവരുടെ പ്രവൃത്തി. വാക്ക് പഠിച്ചു കഴിഞ്ഞാൽ എല്ലാം പറയും. ഒരുപാട് സ്വത്തുക്കളെല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം റെയിലിൽ പിടിച്ചു വരാൻ സമാധാനം നഷ്ടപ്പെടുവാനുള്ള സാധ്യതകളെല്ലാം ഉണ്ട്. സിനിമാ മേഖലയിൽ പ്രൊഡ്യൂസർമാരെല്ലാം ചിന്തിച്ച് പ്രവർത്തിച്ചില്ലെങ്കിൽ കോടിക്കണക്കിലുള്ള രൂപകളെല്ലാം നഷ്ടപ്പെടും. അതുപോലെ തുലാരാശി എന്ന് പറയുമ്പോൾ ചിത്തിരയുടെ അവസാനത്തെ പകുതിയും ചോതിയും വിശാഖ നക്ഷത്രവും പെടുമെന്നാണ് പറയുന്നത്. വിശാഖത്തിൻ്റെ അവസാനത്തെ 3/4 ഭാഗം കൂടി പെടും ഈ തുലാരാശി. അപ്പോൾ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. ഇതിനെല്ലാം പരിഹാരം എന്ന് വെച്ച് പറയുകയാണെങ്കിൽ ഗുരുവായൂർ ദേശം, അതായത് 100 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ 150 കിലോമീറ്ററിൻ്റെ ഉള്ളിലുള്ളവരൊക്കെ ആണെങ്കിൽ 100 കിലോമീറ്ററിൻ്റെ ഉള്ളിലുള്ളവരൊക്കെ ആണെങ്കിൽ മാസത്തിൽ ഒരു പ്രാവശ്യം ഗുരുവായൂർ പോയി തൊഴുന്നുകൊണ്ട് ഒരു നഷ്ടവും വരില്ല എന്ന് പറയുന്നത്. കാരണം നഷ്ടം വരിക എന്ന് വെച്ച് പറഞ്ഞാൽ സമയത്തിൻ്റെ ലാഭത, സമയം നമുക്ക് കിട്ടാത്ത സമയമില്ല, അമ്പലത്തിൽ പോകാൻ സമയമില്ല, അല്ലെങ്കിൽ ഗുരുവായൂർ പോകാൻ സമയമില്ല, അല്ലെങ്കിൽ ഗുരുവായൂർക്ക് പോയിട്ട് വരാണ്ട് ധനച്ചെലവ്, ഇതൊക്കെ ചിന്തിച്ച് കഴിഞ്ഞ് പറഞ്ഞാൽ അതിനെക്കാട്ടും ഡബിൾ മടങ്ങ് സമയവും ധനവും വേസ്റ്റായി പോകുന്ന പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഗുരുവായൂരൊന്ന് പോയി തൊഴുത് വരുന്നത് വളരെ ഉചിതമാണ്. അല്ല പറ്റാത്തവർക്കെല്ലാം അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ത്രികാല പൂജ, ഒരു ദിവസത്തെ പൂജ മാസത്തിൽ ഒരു പ്രാവശ്യം നടത്തി വരുന്നതും, അല്ലാത്തവർക്കാണെങ്കിൽ എല്ലാ വ്യാഴാഴ്ചയും ക്ഷേത്ര ദർശനവും സഹസ്രനാമ പാരായണവും ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. ചുരുങ്ങിയതൊരു തുളസിമാല, പാൽപ്പായസം, ഒരു മഞ്ഞപ്പട്ട്, അത് ചുരുങ്ങിയൊരു ചിലവാണ്. അത് ഒരു മാസത്തിൽ 2 പ്രാവശ്യം വിളിച്ച് ചെയ്യുക. അല്ലാത്ത പക്ഷം എല്ലാ വ്യാഴാഴ്ചയും ഭഗവാനെ പോയി ദർശിക്കുക, വിഷ്ണു സഹസ്രനാമ സ്തോത്രം പാരായണം ചെയ്യുക, ഇതാണ് പറയുന്നത്. അപ്പം ഇങ്ങനെ ചെയ്തു വന്നിട്ടുണ്ടെങ്കിൽ ദോഷാധിക്യം കുറയുന്നല്ലാതെ പൂർണ്ണമായിട്ട് മാറുകയില്ല എന്നുള്ളത് 100% സത്യമാണ്. കുറയും, അല്ലാതെ മാറില്ല. അപ്പോൾ നമ്മൾക്ക് ഒരു 1000 രൂപ അല്ലെങ്കിൽ 1,00,000 രൂപ ചിലവാകുന്നവിടെ അതിൻ്റെ പകുതിയെ വ്യയം വരുള്ളൂ, നഷ്ടം വരുകയുള്ളൂ എന്നർത്ഥം. അതുപോലെ ഞങ്ങളുടെ പേരും പ്രശസ്തിയും വാക്കുകളെല്ലാം പഴച്ചു വരികയാണെങ്കിൽ നമുക്ക് അപ്പം ബ്രേക്ക് ഇടാൻ പറ്റും പറയുന്നത്. ഈ പരിഹാരങ്ങൾ കൊണ്ട് ബ്രേക്ക് ഇടാൻ പറ്റും. അതുപോലെ ധനനഷ്ടം, പരാജയം വരികയാണെങ്കിൽ പരാജയത്തിൻ്റെ ഒരു പരിധി വരെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റും. രോഗാവസ്ഥ വരെ ഓപ്പറേഷനൊക്കെ വരികയാണെങ്കിൽ ആ ഓപ്പറേഷൻ്റെ കാഠിന്യം കുറച്ച് ലഘൂകരിക്കാൻ പറ്റും. മെഡിസിൻ സംബന്ധമായിട്ടുള്ള ഹോസ്പിറ്റൽ സംബന്ധമായിട്ടുള്ള ചിലവുകൾ വരുന്നതാണെങ്കിൽ അതിനെ ചെറുത്ത് നിൽക്കാൻ പറ്റും, കുറച്ച് കൊണ്ടുവരാൻ പറ്റും. രോഗാധിക്യം വരികയാണെങ്കിൽ കുറച്ച് കൊണ്ടുവരാൻ പറ്റും. അങ്ങനെയുള്ള നാശനഷ്ടങ്ങളെല്ലാം കുറച്ചൊക്കെ ഒഴിവാക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇതിലാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേക ശ്രദ്ധിക്കുന്ന വെച്ചാൽ റിസ്ക് എടുത്ത് പ്രവർത്തിക്കുന്ന, സേനാധിപത്യം എടുത്ത് പ്രവർത്തിക്കുന്ന ജവാന്മാർ, നാവികസേന, കരസേന, വ്യോമസേന എന്നീ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം ജാഗ്രത രൂപരായിരിക്കണം എന്ന് തന്നെ പറയുന്നത്. എയർപോർട്ട് സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും, ഓഹരി മാർക്കറ്റ്, ഷെയർ മാർക്കറ്റ്, അതുപോലെ തന്നെ ചൂതുകളി, ലോട്ടറി, അനായാസേന എടുക്കുന്ന ലോട്ടറി, ചിലവർ 1000 രൂപ കിട്ടിക്കഴിഞ്ഞാൽ 500 രൂപയ്ക്കും ചിലപ്പോൾ ലോട്ടറി എടുക്കുന്ന ശീലങ്ങളുണ്ടാകും. അവർക്കൊന്നും ധനനഷ്ടങ്ങളുണ്ടാവും, നാശകാലങ്ങളൊക്കെയാണ് പറയുന്നത്. അങ്ങനെയൊന്നും ചിന്തിക്കരുതെന്നാണ് പറയുന്നത്. പിന്നെ ജാതകത്തിൽ
ഒരിക്കലും തകർക്കാൻ പറ്റാത്ത ദശാകാലം അപഹാരകാലം നടക്കുകയാണെങ്കിൽ ആണ് ഇതിനെ പ്രവർത്തിച്ച് നിൽക്കാൻ പറ്റുക. എന്നിരുന്നാലും അതിൻ്റെ ദോഷം കുറച്ചൊക്കെ അനുഭവിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അത് കാരണം പരിഹാരം ഞാൻ പറഞ്ഞു, വിഷ്ണു സഹസ്രനാമ പാരായണം, മഹാവിഷ്ണു ക്ഷേത്ര ദർശനം, ഗുരുവായൂർ ക്ഷേത്ര ദർശനം, ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം, അങ്ങനെയുള്ള ശ്രീരാമ ക്ഷേത്ര ദർശനം, അങ്ങനെയുള്ള ക്ഷേത്ര ദർശനങ്ങളും സ്തോത്രങ്ങളും സഹസ്രനാമങ്ങളും വിഷ്ണു പാരായണങ്ങളും എല്ലാം വായിക്കുന്നതും കേൾക്കുന്നതും, അതുപോലെ അമ്പലങ്ങളിൽ പോയി പ്രാർത്ഥിച്ചു വരികയും ഞാൻ പറഞ്ഞിരിക്കുന്നമാതിരിയുള്ള പരിഹാരങ്ങൾ ഏതെങ്കിലുമൊക്കെ ചെയ്യുന്നത് പക്ഷം ദോഷാധികം കുറഞ്ഞു വരും. നമസ്കാരം.